അമേരിക്കൻ സൈന്യത്തിൻ്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒന്നാണ് ഡൂംസ്ഡേ പ്ലെയിൻ എന്നറിയപ്പെടുന്ന ബോയിങ് E-4B നൈറ്റ് വാച്ച്. ഈ വിമാനം കഴിഞ്ഞ ദിവസം ലോസ് ഏഞ്ചൽസ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരുന്നു. അതോടെ ലോകമെമ്പാടും വലിയ ചർച്ചകളും നടക്കുന്നുണ്ട്. ഏകദേശം 51 വർഷത്തെ സർവീസ് ഹിസ്റ്ററിയുള്ള ഈ വിമാനം ഇങ്ങനെയൊരു പൊതു വിമാനത്താവളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ അപൂർവമായ സംഭവമാണ്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്കൻ സേന പിടികൂടിയതിൻ്റെയും ഇറാനുമായുള്ള സംഘർഷാവസ്ഥയും കണക്കിലെടുക്കുമ്പോൾ ഈ വിമാനത്തിൻ്റെ സാന്നിധ്യം വെറുതെ ആവില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്നതിന് പിന്നാലെ റഷ്യൻ പതാകയുള്ള എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതും ലോകത്തെ യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടിരുന്നു. ഇതിനു പുറമെ കൊളംബിയ, മെക്സിക്കോ, ഗ്രീൻലാൻഡ് എന്നീ രാജ്യങ്ങൾക്ക് നേരെ ട്രംപ് ആക്രമണ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ 500% താരിഫ് ഏർപ്പെടുത്തുമെന്നൊരു ഭീഷണി വേറെയും ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഈ വിമാനം ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ശീതയുദ്ധകാലത്ത് രൂപകൽപ്പന ചെയ്ത ബോയിങ് 747-200 വിമാനത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് E-4B നൈറ്റ് വാച്ച്. ലോകത്ത് ഒരു ആണവ യുദ്ധമോ അല്ലെങ്കിൽ ഭൂമിയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും തകരുന്ന രീതിയിലുള്ള വലിയ ദുരന്തങ്ങളോ ഉണ്ടായാൽ അമേരിക്കൻ ഭരണകൂടത്തിന് സുരക്ഷിതമായി ആകാശത്തിരുന്ന് ഭരണം നടത്താനുള്ളൊരു സംവിധാനമാണ് ഇതിലുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ലോകാവസാനത്തിൻ്റെ വിമാനം എന്ന് വിളിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ്, പ്രതിരോധ സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി ഇരുന്ന് സൈന്യത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ അത്യാധുനിക സജ്ജീകരണങ്ങളും ഇതിലുണ്ട്. ഇതിന് പറക്കുന്ന പെൻറ്റഗൺ എന്നൊരു പേരുകൂടെയുണ്ട്. ആക്രമണത്തിൽ രാജ്യത്തെ കമാൻഡ് സെൻറ്ററുകൾ തകർന്നാലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ വിമാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകളെയും ആണവ വികിരണങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് ഈ വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 111 പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം വിമാനത്തിലുണ്ട്. 12 മണിക്കൂർ വരെ ഇന്ധനം നിറയ്ക്കാതെ പറക്കാനാകും. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനമുള്ളതിനാൽ നിലത്തിറങ്ങാതെ ദിവസങ്ങളോളം പറക്കാനും കഴിയും. അത്യാധുനിക സാറ്റലൈറ്റ് സംവിധാനങ്ങൾ വഴി ലോകത്തിൻ്റെ ഏത് ഭാഗവുമായും ബന്ധപ്പെടാനും വിമാനത്തിന് സാധിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് TMZ പുറത്തുവിട്ട ദൃശ്യങ്ങളിലൂടെ ഈ പടുകൂറ്റൻ വിമാനം ലോസ് ഏഞ്ചൽസിൽ ലാൻഡ് ചെയ്ത വിവരം പുറം ലോകം അറിഞ്ഞത്. സാധാരണയായി നെബ്രാസ്കയിലെ ഓഫ്റ്റഡ് വ്യോമസേനാ താവളത്തിൽ നിലയുറപ്പിക്കുന്ന ഈ വിമാനം വാഷിംഗ്ടൺ DC അടുത്തുള്ള ക്യാമ്പ് സ്പ്രിങ്സിൽ ലാൻഡ് ചെയ്ത ശേഷമാണ് ലോസ് ഏഞ്ചൽസിലേക്ക് എത്തിയത്. 51 വർഷത്തിനിടെ ആദ്യമായാണ് ഇത് പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്കയോടെ ലോകമിതിനെ നോക്കിക്കാണുന്നത്. ജനുവരി ആദ്യവാരം ഈ വിമാനം വാഷിംഗ്ടണിലും ലോസ് ഏഞ്ചൽസിലും ലാൻഡ് ചെയ്തത് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. സാധാരണ ഈ വിമാനത്തിൻ്റെ സഞ്ചാരം രഹസ്യമായിട്ടാണ് വെക്കാറുള്ളത്. എന്നാൽ ഇത്തവണ വിമാനം ലോസ് ഏഞ്ചൽസ് വിമാനത്താവളത്തിൽ പറന്നിറങ്ങുന്ന നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുകയാണ്. വിമാനത്തിൻ്റെ പ്രത്യക്ഷപ്പെടലോടെ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുമോ എന്നൊരു ആശങ്കയിലാണ് ലോകം. ഇത് അമേരിക്കയുടെ മുൻകരുതൽ നടപടി മാത്രമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. എല്ലാവരും വെനസ്വേല പോലെയല്ല. ഇറാനിലൊക്കെ അമേരിക്ക കയറി ഇടപെട്ടാൽ എന്താണ് സംഭവിക്കുക എന്നതും കണ്ടറിയണം. അമേരിക്കയെ ഒറ്റയടിക്ക് തീർക്കാനൊന്നും കഴിയില്ലെങ്കിലും ശക്തമായ ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതും ഉറപ്പാണ്.